ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫാക്ടറി തുറക്കാനുള്ള ഒരു വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് കൃഷ. കൺമണിയോട് തുറന്നു പറയുന്നുമുണ്ട്. തൊഴിലാളികൾക്കും മുതലാളിക്കും ഒരുപോലെ നേട്ടമുണ്ടാവുന്ന ഒരു പ്ലാനാണ് കൃഷ കൺമണിയോട് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞ് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഈ പ്ലാന്? കൊള്ളില്ലാലേ, വർക്കൗട്ട് ആവില്ലാന്ന് എനിക്കറിയായിരുന്നു. ഈ പ്ലാൻ വേണ്ടെന്ന് വെക്കാമെന്ന് കൃഷി പറയുന്ന സമയത്ത് കൺമണി വേഗം കൃഷിനോട് സാറൊന്ന് കൈ തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിന് കൈ കൊടുക്കുന്നുണ്ട്. സാറ് പറഞ്ഞ ഈ പ്ലാന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരമാർഗം തന്നെയാണ്. രണ്ടുപേർക്കും നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു പരിഹാരമാർഗം. സത്യ സാർ, ഇതെന്തായാലും ഈ പ്ലാൻ വർക്കൗട്ട് ആവും. സാറിനെയും തൊഴിലാളികളെയും ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നിടത്താണ് സാറിന്റെ വിജയം. സാറ് തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനായി പോയപ്പോൾ ഞാൻ വനദുർഗയോട് പ്രാർത്ഥിക്കുകയായിരുന്നു സാറിനെ ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റണേ എന്ന്. വനദുർഗ എന്റെ ഈ പ്രാർത്ഥന കേട്ടു എന്ന് കൺമണി പറയുകയാണ്. ഋഷഭ പറയുന്നുണ്ട്, ഞാൻ ഈ പ്ലാനിലേക്ക് എത്തിച്ചേർന്നത് കൺമണിക്ക് എങ്ങനെയെന്നറിയോ? അന്ന് മാനസ കൺമണിയെ ഒരുപാട് നേരം കമ്പനിയിലിരുത്തി ജോലി ചെയ്യിച്ചില്ല, ഒരു പനിഷ്മെന്റ് ആയിട്ട്. നമ്മൾ തമ്മിൽ വഴക്കുണ്ടായ ആ ദിവസം കൺമണി ചെയ്ത ആ വർക്കിലൂടെ കമ്പനിക്ക് അത്യാവശ്യ ചില നേട്ടങ്ങൾ ഉണ്ടായി എന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അത് ശരി, എന്നിട്ടാണോ അതിൽ നിന്ന് എനിക്ക് ലാഭവിഹിതം തരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ആ ലാഭവിഹിതം ഞാൻ തരട്ടെ, പക്ഷെ അത് നിരസിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇല്ല, ഉറപ്പ്, ഞാൻ നിരസിക്കില്ല എന്ന് പറയുമ്പോൾ കൃഷി വേഗം തന്നെ കൺമണിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. കൺമണി അപ്പോ കൃഷിനോട് പറയുന്നുണ്ട്, അയ്യേ, ഇതല്ല ലാഭവിഹിതം എന്ന് പറയുമ്പോൾ കൃഷി അന്നാ കുറച്ചുകൂടി ലാഭവിഹിതം തരട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൺമണിയെ ഉമ്മ വെക്കാൻ പോകുന്ന സമയത്ത് കൺമണി കൃഷിന്റെ ചെവിയിൽ പിടിച്ചു തിരിച്ചിട്ട് എന്തോ എങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കൃഷി പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ലാഭം വേണ്ട എന്ന് വേദനിച്ചുകൊണ്ട് പറയുകയാണ്. പിന്നീട് കൃഷിയും കൺമണിയും നേരെ കേണ സാറിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് സാറിനോട് ഈ ആശയം പങ്കുവെക്കുന്നുണ്ട്. ഈ പരിഹാര മാർഗം കേട്ട് കേണ സാറ് കൺമണിയെ അഭിനന്ദിച്ച് കൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ആശയം കൊണ്ടുവന്നതിന് കൺഗ്രാറ്റ്സ് കൺമണി, ഇതൊരു നല്ല സൊല്യൂഷൻ ആണെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അയ്യോ സാർ, ഇത് എന്റെ ഐഡിയ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് കൃഷി സാറ് കണ്ടുപിടിച്ചതാണെന്ന് പറയുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ട്, കൃഷി കണ്ടുപിടിച്ചതാണെങ്കിലും പക്ഷെ ഇതിന്റെ പിന്നിൽ കൺമണിയുടെ കൈകളാണെന്ന് എനിക്കറിയാം എന്ന് കേണൽ സാറ് പറഞ്ഞതിന് ശേഷം കൃഷിനോട് ചോദിക്കുന്നുണ്ട്, കൺമണിയെ അഭിനന്ദിച്ചതിന് തനിക്ക് ദേഷ്യം വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേണൽ സാറ് കൺമണിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഞാനും കൺമണിയും ഒന്നാണ്. കൺമണിക്ക് കേണൽ സാറ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൂടിയാണെന്ന് പറയുമ്പോൾ കേണൽ സാറ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷിനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് കേണൽ സാറ് പറയുന്നുണ്ട്, താങ്ക് യു കൃഷ്, നിന്റെ ഈ മാർഗം പരീക്ഷിക്കാവുന്നതാണ്. സത്യത്തിൽ ഇങ്ങനൊരു ഐഡിയ എന്തുകൊണ്ട് എനിക്ക് തോന്നിയില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. താനൊരു മിടുക്കനാണെന്ന് കൃഷിനോട് പറയുന്ന സമയത്ത് ഷീല ഇതെല്ലാം കണ്ടുകൊണ്ട് കരയാണ്. അപ്പോ കൺമണി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കരയുന്നതെന്ന്. ഷീല ചേച്ചി അപ്പൊ പറയുന്നുണ്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേണൽ സാറ് ഒരാളെ ഇത്രയും പുകഴ്ത്തി പറയുന്നത് കേൾക്കുന്നത്. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല, സോറി എന്ന് പറയുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ട്, ഇത് പുകഴ്ത്തിയതല്ല, സത്യാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് കേണൽ സാറ് കൃഷിനോട് പറയുന്നുണ്ട്, തൊഴിലാളികൾ ഈ പരിഹാര മാർഗം അംഗീകരിച്ചാൽ കൃഷിയും കൺമണിയും കൂടി ചേർന്ന് വേണം ഈ ഫാക്ടറി നടത്താൻ. നിങ്ങൾ ആദ്യം പോയി തൊഴിലാളികളോട് സംസാരിക്കുക, പ്രത്യേകിച്ച് ആ വാസുകിയോട്. ഇത് സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ നിന്നെ കൊണ്ട് അവരെ സമ്മതിപ്പിക്കാൻ കഴിയും, ട്രൈ എന്ന് പറഞ്ഞ് കൃഷിന് കൈ കൊടുത്തുകൊണ്ട് കേണൽ സാറ് പോവുകയാണ്. കൺമണിക്കും കൃഷിനും അപ്പൊ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. കേണൽ സാറ് പോയതും കൺമണിക്ക് സന്തോഷം പിടിച്ചടക്കാനാവാതെ കൃഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഷീല. എന്നിട്ട് കൃഷിനോടും കൺമണിയോടും പറയുന്നുണ്ട്, ഞാനൊന്നും കണ്ടില്ല, പക്ഷേ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെയുണ്ട്, നിങ്ങളെ രണ്ടുപേരും നല്ല മാച്ചാണ്. ഇത്രയും ചേർച്ചയുള്ള രണ്ടുപേരെ ഞാൻ കണ്ടിട്ടില്ല, സത്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ കേണൽ സാറ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷിക്കുന്നത് ഞാൻ കാണുന്നത്. നിങ്ങളെ രണ്ടുപേരെയും ദത്തെടുത്ത പോലെയാണ് കേണൽ സാറിന്റെ മട്ട് കണ്ടിട്ട്. ശരിയെന്നാ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഷീല പോവുകയാണ്. പിന്നീട് മാനസ പൊന്നുമേട്ടിലേക്ക് പോവാനായിട്ട് റെഡിയാവാണ്. ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഹേമ പറയുന്നുണ്ട്, നീയിപ്പോ പൊന്നുമേട്ടിലേക്കും എങ്ങോട്ടും പോവണ്ട, നിനക്കെന്താ വട്ടുണ്ടോ, നിന്നെ പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, അമ്മേ എന്റെ ബാഗ് ഇങ്ങ് തന്നേ, ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പോവും, ആ കൺമണിയെ ഞാൻ അവിടുന്ന് അടിച്ചു ഓടിക്കുകയും ചെയ്യുമെന്ന് മാനസ പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് ആന്റിയമ്മ വരുന്നുണ്ട്. ആന്റിയമ്മയെ കാണുമ്പോൾ ഹേമ പറയുന്നുണ്ട്, ചേച്ചിയമ്മ ഒന്ന് ഇവളെ പറഞ്ഞ് മനസ്സിലാക്ക്, ചേച്ചിയമ്മ പറഞ്ഞതുകൊണ്ടാണ് അവളിപ്പോ ധൃതി പിടിച്ച് അങ്ങോട്ട് പോവാൻ നിൽക്കുന്നത്. ശരിക്കും അവള് പൊന്നുമേട്ടിലേക്കല്ല പോവേണ്ടത്, ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോവേണ്ടത്. ഈ കൃഷി ആരാണ്, മാനത്ത് നിന്ന് പൊട്ടി വീണതാണോ? തൊലി വെളുപ്പുള്ള പെൺകുട്ടികളെ കണ്ടപ്പോ അവന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി, സംസ്കാരമില്ലാത്തവൻ എന്ന് ഹേമ പറയുന്ന സമയത്ത് ആന്റിമ പറയുന്നുണ്ട്, ഹേമേ
കൃഷിന് സംസ്കാരമൊക്കെ ഉണ്ട്, കൃഷിന്റെ കൂടെയുള്ള ആ പെണ്ണിനാണ് സംസ്കാരമില്ലാത്തത്. അവളെ ഒരു പാഠം പഠിപ്പിക്കാനാണ് മാനസ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് മാനസയോട് ആന്റിയമ്മ പറയുന്നുണ്ട്. ഇവിടെ ഭാര്യ ഭർത്താവിനെ രക്ഷിക്കാനായി പോവാണ്, അങ്ങനെ ഒരു യുദ്ധത്തിനാണ് മാനസ ഒരുങ്ങുന്നത്. അവള് പോയിട്ട് വരട്ടെ, ഹേമ ഇനി അവളെ തടയണ്ട, മാനസ മോളെ നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ പോവാണ്. അതിനുശേഷം ഹേമ മാനസയോട് ചോദിക്കുന്നുണ്ട്, അവനെ തന്നെ വേണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം, നിനക്കെന്താ അവനെ അത്രയ്ക്കും ഇഷ്ടാണോ എന്ന് ചോദിക്കുമ്പോ മാനസ പറയുന്നുണ്ട്, ഇഷ്ടം കൊണ്ടല്ല ഞാൻ അവനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്, അടങ്ങാത്ത പക കൊണ്ടാണ്. എനിക്ക് അവന്റെയും അവളുടെയും കണ്ണീര് കാണണം. സാഗർ അങ്കിളിന്റെ മരുമോളാവുക, അലിഗയിലെ അവകാശിയാവുക, അതൊക്കെ രണ്ടാമത്തെ കാര്യം. ആദ്യത്തേത് പക തന്നെയാണ്. വിവാഹം കഴിച്ച് ഞാൻ അവനെ വലിച്ചു കീറും, അതോടെ അവളും തീരും, ഞാനിനി എന്റെ ലക്ഷ്യം കണ്ടേ അടങ്ങൂ എന്ന് മാനസ ഹേമയോട് പറയുകയാണ്. പിന്നീട് സുമിത്ര ബലരാമനെ കാണാനായിട്ട് ജയിലിലേക്ക് എത്തുന്നുണ്ട്. സഹദേവൻ സുമിത്രയോട് പറയുന്നുണ്ട്, സാഗർ ഇവിടെ വന്നു പോയതിനു ശേഷം ബലരാമനാകെ മാറ്റങ്ങളാണ്. ആദ്യമൊക്കെ എന്നോട് സുമിത്ര മേഡത്തെ കുറിച്ച് ചോദിക്കായിരുന്നു, ഇപ്പോ ഒരു അന്വേഷണം നടത്താറില്ല എന്ന് സഹദേവൻ പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ബലരാമൻ വരുന്നുണ്ട്. ബലരാമനെ കാണുമ്പോൾ സുമിത്ര സഹദേവനോട് പറയുന്നുണ്ട്, സഹദേവ ഇത് ബലരാമൻ തന്നെയാണോ? ഇത് എന്റെ ബലരാമനല്ല, സാധാരണ എന്റെ ബലരാമൻ ഇങ്ങനെയല്ല നിൽക്കാറ്. എന്റെ ബലരാമൻ എന്നെ കണ്ട ഉടനെ അമ്മയെ എന്ന് വിളിച്ച് എന്നെ കെട്ടിപ്പിടിക്കും, ഇതെനിക്ക് പരിചയമില്ലാത്ത ആരോ ആണെന്ന് സുമിത്ര പറയുന്ന സമയത്ത് ബലരാമൻ പറയുന്നുണ്ട്, അമ്മ വന്ന കാര്യം പറ എന്ന് പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട്, മോനെ അച്ഛനെ വെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിന്നെ കാണാൻ വരാൻ പറ്റാതിരുന്നത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ സാഗറാണ് നിന്നെ പുറത്തിറക്കാൻ പോകുന്നതെന്ന്. നിന്റെ ഭാവിയും ജീവിതമൊക്കെ തകർത്ത അയാള് തന്നെ നിന്നെ ഇറക്കട്ടെ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നമുക്ക് വിഷം ഇറക്കാം. അച്ഛന്റെ കണ്ണടയുന്നതിന് മുന്നേ തന്നെ നീ പുറത്തിറങ്ങണം. അച്ഛന്റെ അന്ത്യാഭിലാഷം എന്താണെന്ന് നിനക്കറിയാലോ, നമ്മുടെ കുടുംബം തകർത്ത സാഗറിനെ ഇല്ലാതാക്കുക. നീ സാഗറിന്റെ കാലു പിടിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു, അതെന്തിനായിരുന്നു? ചിലപ്പോ അയാൾക്ക് സംശയം തോന്നാതിരിക്കാനുള്ള നാടകമായിരിക്കുമല്ലേ എന്ന് സുമിത്ര പറയുമ്പോ ബലരാമൻ പറയുന്നുണ്ട്, ഇപ്പൊ നാടകം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മയാണ്. എത്രയൊക്കെ തന്മയത്തോടുകൂടി അഭിനയിച്ചാലും ശരി, അഭിനയം തന്നെയാണ്. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനും സകല വികാരങ്ങളുള്ള മനുഷ്യൻ തന്നെയാണ്, അല്ലാതെ നിങ്ങളുടെ ചാവേറല്ല. നിങ്ങൾക്ക് ആരെങ്കിലും കൊല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങളേതെങ്കിലും ഗുണ്ടകളെ ഏൽപ്പിക്കണം. നിങ്ങൾക്കുള്ള കൊട്ടേഷൻ പണി ഞാൻ നിർത്തി. ഞാൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ പോവുകയാണ്. എന്നെ കള്ളത്തരങ്ങളും വഞ്ചനകളും പഠിപ്പിച്ച് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും എന്നെ ഈ ജയിലിലെത്തിച്ചു. എനിക്ക് നിങ്ങളുടെ തനി നിറം മനസ്സിലായി. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും. നിങ്ങളുടെ ഭർത്താവിന് ഒരു അസുഖവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ വീഡിയോ കോൾ ചെയ്ത് എല്ലാം അഭിനയിച്ചത് ഒരു നാടകമായിരുന്നു. ഇനി നിങ്ങളുടെ ഈ അഭിനയമൊന്നും എന്റെ അടുത്ത് നടക്കില്ല. വിഷം കുത്തിവെച്ചല്ലേ സാഗറിനെയും അവരുടെ വീട്ടുകാരെക്കെതിരെയും എന്നെ നിങ്ങൾ ശത്രുവാക്കിയത്. എന്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ല, നിങ്ങൾ അവരിൽ നിന്നും എന്നെ തട്ടിയെടുത്തതായിരിക്കും. ഞാൻ ഇനി എന്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കാനായി പോവുകയാണ്. എനിക്ക് നിങ്ങളോടൊരു നന്ദിയുണ്ട്, സാഗർ സാറുമായിട്ട് എനിക്കൊരു അടുപ്പം ഉണ്ടാക്കി തന്നതിന്. ഇനി എന്റെ അച്ഛനും അമ്മയും സാഗസാറും സുജാത മേഡവുമാണ്. ഇനി ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ഇനി എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി എന്നെ കാണാൻ വരരുത് എന്ന് പറഞ്ഞ് ബലരാമൻ പോവുകയാണ്. സുമിത്രയ്ക്കാണെങ്കിൽ ബലരാമൻ പറഞ്ഞതെല്ലാം കേട്ട് അടങ്ങാത്ത പകയും ദേഷ്യവും വരുന്നുണ്ട്. പിന്നീട് തൊഴിലാളികൾ ഫാക്ടറിക്ക് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴങ്ങോട്ടേക്ക് കൃഷിയും കൺമണിയും വരുന്നുണ്ട്. പിന്നീട് കൃഷിയും കൺമണിയും അവരുടെ ആ പ്ലാൻ വാസുകിയോടും തൊഴിലാളികളോടും പറയുന്നുണ്ട്. അധിക സമയം ജോലി ചെയ്താൽ ഫാക്ടറിക്കും തൊഴിലാളികൾക്കും ഒരുപോലെ നേട്ടമുണ്ടാവുമെന്ന് പറയുമ്പോൾ തൊഴിലാളികൾക്ക് ഈ ആശയം ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നീട് കൺമണി വാസുകിയെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. കൃഷി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഉപാധി നിങ്ങൾ അംഗീകരിച്ചാൽ അടുത്ത 3 തവണ നിങ്ങൾക്ക് ശമ്പളവും കിട്ടും, നിങ്ങൾക്ക് തരാനുള്ള കുടിശ്ശികയും തന്നു തീർക്കും. പിന്നീട് കൺമണി പറയുന്നുണ്ട്, നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇതൊന്നും, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ വന്നത്. ഞങ്ങളുടെ ഈ പ്ലാൻ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഒരു ഐഡിയ പറഞ്ഞതായോ, ഞങ്ങൾ അത് കേണൽ സാറിനോട് സംസാരിച്ച് സമ്മതിപ്പിക്കാം. ഞാനും ഒരു കമ്പനിയിലെ ജീവനക്കാരിയാണ്. അവിടെ ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ ഒന്നല്ല എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാവും. അത് എന്റെ കടമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മാത്രം നീതി ലഭിച്ചാൽ പോരല്ലോ, ആ ഉടമയ്ക്കും നീതി ലഭിക്കണ്ടേ? സത്യത്തിൽ പഴയ ഉടമയാണ് തെറ്റുകാരെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് തരാനുള്ള അത്രയും കാശ് ഇപ്പോൾ എടുത്തു തരാൻ ഇപ്പോഴുള്ള ഉടമയ്ക്ക് സാധിക്കില്ല.
സാറ് പറഞ്ഞ ഈ പരിഹാര മാർഗം എന്തുകൊണ്ടും ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നൊരു കാര്യം കൂടി, ഈ ക്രിഷ് സാറ് ഇവിടത്തെ സൂപ്പർവൈസർ ഒന്നുമല്ല, കേരളത്തിലെ തന്നെ വലിയൊരു കമ്പനിയായ അലിക ഡിസൈനിലെ MD ആണ്. അദ്ദേഹത്തിന് ഒരു സ്ഥാപനം നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് എത്രയെന്ന് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്ന് കൺമണി വാസുകിയോടും തൊഴിലാളികളോടും പറയുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.